ഓം ശാന്തി. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഡ്രീമിലെ എല്ലാവർക്കും ഏറ്റവും കഠിനമായി തോന്നുന്ന ഒന്നാണ് എങ്ങനെയാണ് ആവശ്യത്തിനുള്ളതായിരിക്കുന്ന ധനം ആകർഷിച്ചെടുക്കുക. ഒരു കാര്യം ഞാൻ ആദ്യം പറയുകയാണ്, നമ്മളൊരു വിഷ്വലൈസേഷൻ നമുക്ക് ധനം വരാൻ വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ ബോധ മനസ്സിനെ അംഗീകരിപ്പിക്കേണ്ടതും ഉപബോധ മനസ്സിനോട് നമ്മൾ സമ്പന്നരായി തീരാൻ ഞാൻ സമ്പന്നനാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെയാണ് ഉപബോധ മനസ്സിനോട് സംസാരിക്കേണ്ടത് എന്നുള്ളതായിട്ടുള്ള വീഡിയോ ഞാൻ പല വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല. എന്നിരുന്നാലും പറയുകയാണ്, നമ്മൾ ഏറ്റവും നല്ല സമയം നമ്മുടെ ഉപബോധ മനസ്സിനോട് സംസാരിക്കാനുള്ളത് ഒന്ന് പ്രഭാതത്തിൽ ഉണർന്ന ഉടനെയുള്ള ആദ്യത്തെ 5 മിനിറ്റ് സമയം, ഉറങ്ങാൻ കിടന്ന് ഉറക്കം പിടിക്കാൻ തുടങ്ങുന്ന സമയത്തുള്ള സമയം, അഥവാ നല്ല ഡീപ്പായിരിക്കുന്ന മെഡിറ്റേഷനിൽ മുഴുകിയിരുന്ന ശേഷം മെഡിറ്റേഷനിൽ ആൽഫ വേവ്സ് വരെ ഉണ്ടാക്കത്തക്ക രീതിയിലെത്തുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായിട്ടും എനർജറ്റിക് ആയിട്ട് മാറും. ഈ സമയങ്ങളൊക്കെയാണ് നമ്മുടെ ഉപബോധ മനസ്സിനോട് സംസാരിക്കാൻ നല്ല സമയം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വിദ്യ, ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ സമയത്തിന് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ധനം ആകർഷിക്കാനുള്ളതായിട്ടൊരു വിദ്യയാണ്. വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും, ഉറക്കത്തിലൂടെ എങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളെ ആകർഷിക്കാം. ഇത് സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ധനത്തിനെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതാണ്. കാരണം എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ധനം. ധനമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ പറ്റുന്നില്ല, ധനമില്ലാത്തതിൻ്റെ പേരിൽ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നില്ല, ധനമില്ലാത്തതിൻ്റെ പേരിൽ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പേരുടെ ഇത്തരം പരാതി വരുന്നത് കൊണ്ട് വീണ്ടും അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ ഈ വിദ്യ ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ കയ്യിൽ ഇപ്പം എത്ര ധനമുണ്ടോ ആ ധനമുള്ളതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയുക എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം. ആ നന്ദി പറയണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വരാനുള്ളതായിരിക്കുന്ന എല്ലാ എനർജിയും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാനാണ്. അപ്പം അതുകൊണ്ട് ആദ്യം എല്ലാ കിട്ടിയ പൈസയ്ക്കും, ഒരു പൈസ കയ്യിൽ വന്നാൽ പോലും ഒരു പൈസയല്ലേ വന്നുള്ളൂ എന്ന് വിചാരിക്കരുത്. ആ ഒരു പൈസ വന്നല്ലോ അതിന് താങ്ക്സ് എന്ന് നിങ്ങൾ പറയാൻ പറ്റണം. ഒരു 10 രൂപ നമുക്കന്ന് കിട്ടിയ, ഭഗവാനെ ഇന്ന് 10 രൂപ നീ എനിക്ക് തന്നല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു ചായയെങ്കിലും എനിക്ക് വാങ്ങിച്ച് കഴിക്കാൻ കഴിയുമല്ലോ, സോ താങ്ക് യു, എന്തായാലും ഞാൻ പട്ടിണിയായില്ലല്ലോ. ഇങ്ങനെ കിട്ടുന്ന ഓരോ ചെറിയ കാര്യത്തിന് പോലും നന്ദി പറയുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കും മുന്നേ നമുക്ക് അന്നത്തെ ദിവസം എന്തൊക്കെ നമ്മൾ അനുഭവിച്ചോ, നമ്മുടെ നല്ല ഹെൽത്തിന് വേണ്ടി, നല്ല സന്തോഷത്തിന് വേണ്ടി, നമുക്ക് കിട്ടിയ പൈസയ്ക്ക് വേണ്ടി, എല്ലാത്തിൻ്റെ പേരിലും ഭഗവാൻ നന്ദി പറയുക. ഞാൻ ഓർത്തു പോകും, രാമായണത്തിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഫാക്ടർ ഇതിനനുബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. എത്ര പേരത് മനസ്സിലാക്കിയെന്നറിയില്ല. ഞാൻ ഓർത്തു പോകും, ശ്രീരാമൻ വനവാസത്തിൽ ഇരിക്കുമ്പോൾ ഭരതൻ അദ്ദേഹം നന്ദിഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് ശ്രീരാമൻ എത്തരത്തിൽ ഭരണം നടത്തിയിരുന്നു അതിനേക്കാൾ ഉയർന്ന അവസ്ഥയിൽ ആ രാജ്യത്തിൻ്റെ ഭരണം നടത്തിയെന്ന്. നന്ദിഗ്രാമം എന്ന ഒരു വാക്കുകൊണ്ട് തന്നെ ഒരുപാട് രഹസ്യം രാമായണം ഇതിനു വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നന്ദിഗ്രാമം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തൻ്റെ ഹൃദയത്തിൽ ഓരോ നിമിഷവും ഈശ്വരൻ തന്ന എല്ലാത്തിനോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം തന്നെ തന്നെത്താൻ വന്നു ചേരും. അതുകൊണ്ട് ആ നന്ദി എന്നതായിരിക്കുന്ന ഒരു സൂത്രത്തെ നിങ്ങൾ ഉപയോഗിക്കണം. അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ കിട്ടിയ എല്ലാത്തിനും വേണ്ടി ഈശ്വരൻ ഒരു കത്ത് എഴുതുക. ആ ഈശ്വരനെ എങ്ങനെ കത്ത് എഴുതണം അതിനെക്കുറിച്ച് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈശ്വരന് ഒരു കത്ത് എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം, എഴുതേണ്ട വിശദമായിട്ട് അതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കത്ത് എഴുതുന്ന സമയത്ത് അന്നത്തെ ദിവസം നമ്മൾ ചിരിച്ചു, കളിച്ചു, സന്തോഷിച്ചു, ആഹാരം കഴിച്ചു, എല്ലാത്തിനും താങ്ക്സ് പറഞ്ഞ് എഴുതുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഫ്രഷായിട്ടുള്ള രീതിയിൽ റൂം നിങ്ങൾ കിടക്കുന്നത് കുളിച്ച് ഫ്രഷായ വസ്ത്രത്തോട് കൂടിയിട്ട് എന്ന് കിടന്ന ശേഷം ദീർഘമായിട്ട് 3 വട്ടം ശ്വസിക്കുക. ആ ദീർഘശ്വാസത്തിന് അത് പതുക്കെ ശ്വാസത്തിന് സ്ലോ വാക്കുക. നമ്മുടെ ശ്രദ്ധേനെ ശ്വാസഗതിയിലേക്ക് കൊണ്ടുവരിക. അത് കഴിഞ്ഞ ശേഷം ശ്രദ്ധ പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടെത്തി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾ പതുക്കെ കാണുക, ഈ ലോകത്ത് എവിടെ നോക്കിയോ സ്ഥലങ്ങളിൽ ധനം ഉണ്ടാക്കുന്നുണ്ട്. അത് ഡോളറാവാം, നോട്ടാവാം, നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ധനം പലയിടത്തും അച്ചടിക്കുന്നുണ്ട്. നിങ്ങൾ ആ ധനം നമ്മുടെ അടുത്തേക്ക് നിറച്ചൊഴുകി വന്നതിന് ഭഗവാൻ ഒരുപാട് താങ്ക്സ് പറയുക. ആ ധനം ഇങ്ങനെ ഒഴുകി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിറയുന്നതായിട്ട് സങ്കല്പിക്കുക. ആ ധനം പോസിറ്റീവായിട്ടുള്ള ധനമാണ്. അതായത് വേണ്ടാത്ത പാപകർമ്മങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ മോശമായിരിക്കുന്ന രീതിയിലോ നിങ്ങൾ സമ്പാദിക്കുന്നതല്ല. ശുദ്ധമായ രീതിയിൽ നന്നായി തന്നെയുള്ളതായിരിക്കുന്ന ശുദ്ധധനം നിങ്ങളുടെ അടുത്തേക്ക് പ്രവഹിച്ചു വരുന്നതായിട്ടും ആ ധനം പൂർണ്ണമായിട്ടുള്ള പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരുന്നതായിട്ടും സന്തോഷം കൊണ്ട് നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം നമുക്ക് കിട്ടിയതായിട്ടും
വിഷ്വലൈസ് ചെയ്തുകൊണ്ട് താങ്ക്സ് പറയുക. അത് കണ്ടുകൊണ്ടേയിരിക്കുക, അതിങ്ങനെ ഒഴുകി വന്നുകൊണ്ടേയിരിക്കുകയാണ്, നമ്മളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്, ധനം നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ ധനമെല്ലാം ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കും. ഇത് എന്നാലാവും വിധം എല്ലാവരും സഹായിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കും. ഈ ലോകത്തിന് സുഖം കൊടുക്കുന്ന രീതിയിൽ ഞാൻ ഉപയോഗിക്കും. ഇത് ഈശ്വര, ഞാൻ അങ്ങക്ക് തരുന്ന വാഗ്ദാനമാണ്. അതുകൊണ്ട് നിൻ്റെ ഈ ഊർജ്ജത്തെ ഞാൻ പോസിറ്റീവായി മാത്രം ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി തന്നതിന് നിനക്ക് താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊഴുകി വന്ന് നിറയുന്നത് കണ്ടുകൊണ്ടിരിക്കുക, താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ വളരെ വേഗം ധനം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും. അതുകൊണ്ട് ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്, ചെയ്തു നോക്കണം. എൻ്റെ അനുഭവത്തിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കി രണ്ടാമത്തെ ദിവസം തന്നെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കുറച്ച് പൈസേൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ആരോടും പറയുക പോലും ചെയ്തില്ലായിരുന്നു. പക്ഷേ ക്ലാസ്സിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബായിക്ക് മനസ്സിൽ ടച്ചായി. ഇന്ന് സിസ്റ്റർ കുറച്ച് പൈസ കൊണ്ടുകൊടുക്കണം. ദിവസം എനിക്ക് തരുന്ന കാര്യമല്ല, ഒന്നുമല്ല. പക്ഷേ രാവിലെ വന്ന് പറഞ്ഞു, സിസ്റ്റർ ഇന്ന് ഭണ്ഡാരത്തിൽ തരണം എന്നെനിക്ക് എൻ്റെ മനസ്സത്രയും പറയുന്നു. അതുകൊണ്ട് സിസ്റ്റർ ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് തന്ന കാര്യം ഞാൻ ഓർത്തു പോകും. അതുകൊണ്ട് ഇത് നിങ്ങൾക്കും സഫലാവും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. സിമ്പിൾ ടെക്നിക്കാണ്. നമ്മുടെ മനസ്സിനെ നമ്മുടെ കൂടെ പിടിച്ച് നിർത്തണം. ആദ്യം ശ്രദ്ധയെ കൊണ്ടുവരണം, വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ നല്ല കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കൂ എന്ന് ഭഗവാനോട് താങ്ക്സ് പറയണം. എന്നിട്ട് നിങ്ങൾ ആ ധനം വന്നതിനും താങ്ക്സ് പറയണം. അത് കാണണം വന്നതായിട്ടും ആ ഹാപ്പി ലൈഫും. നിങ്ങളൊരു ചെറിയ ടെക്നിക്കാണ്, തീർച്ചയായിട്ടും ഈസിയാണ് നിങ്ങൾക്ക് ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം നേടുന്നവരാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.